റമദാൻ അവസാന പത്തിലേക്ക് പ്രവേശിച്ചതോടെ പ്രാർത്ഥനാ നിർഭരമാണ് ഇസ്ലാമിക ലോകം. ഇരു ഹറമുകളിലും സംഗമിക്കുന്നത് ലക്ഷങ്ങൾ. അവിടുത്തെ കാഴ്ചകളുമായി ചേരുകയാണ് സാബിത് സലീം. വിശ്വാസി ലക്ഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഇരു ഹറമുകളും. പുലരുവോളം നീണ്ടു നിൽക്കുന്ന പ്രത്യേക നമസ്കാരവും പ്രാർത്ഥനകളും ഹറമിനെ ഭക്തിസാന്ദ്രമാക്കുകയാണ്. റമദാനിലെ ഏറ്റവും പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് ഒടുവിലെ പത്തിലേത്. ഇതിൽ ഒറ്റയായ ഏതോ രാവിലാണ് ജിബ്രീൽ മാലാഖ വഴി പ്രവാചകൻ മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ അവതരിച്ചു തുടങ്ങിയതെന്നാണ് വിശ്വാസം. 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് കരുതുന്ന ലൈലത്തുൽ ഖദർ കടന്നു വരുന്നതും ഈ രാത്രികളിലൊന്നാണ്. അനുഷ്ഠിക്കുന്ന ഓരോ നന്മയ്ക്കും അന്ന് 1000 ഇരട്ടിയാണ് പ്രതിഫലം. പടച്ചവന്റെ മാലാഖമാർ വിശ്വാസികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ ഭൂമിയിലേക്കന്ന് ഇറങ്ങി വരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ശ്രേഷ്ഠ രാവിനെ പ്രതീക്ഷിച്ചാണ് വിശ്വാസി ലക്ഷങ്ങൾ ഹറമിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ ദിവസങ്ങളിൽ ഉംറ നിർവഹിക്കാനെത്തി വിശിഷ്ടരാവുകൾ ഹറമിൽ ചെലവിടുന്ന ആയിരങ്ങളുണ്ട്. അവസാനത്തെ 10 കുടുംബത്തിനൊപ്പം ഉംറ നിർവഹിച്ചു. മത്താഫിലേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ലാസ്റ്റത്തെ അവസാനത്തെ 10 ആയിരുന്നുകൊണ്ട് നല്ല തിരക്കുണ്ടാവും എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് അറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോൾ കാബ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മനസ്സ് നിറഞ്ഞു, കണ്ണ് നിറഞ്ഞു. ഒരുപാട് സമയം ഞാൻ കാബ നോക്കി നിന്നു. ലക്ഷക്കണക്കിന് പല രാജ്യത്തുനിന്നും വന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. അതിൻ്റെ ഇടയിൽ മത്താഫിക്ക് ഇറങ്ങാൻ പറ്റി. കാബക്ക് അടുത്ത് ഞങ്ങൾക്ക് തവാഫ് ചെയ്യാൻ പറ്റി. ഒരുപാട് പ്രാർത്ഥിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞ് നടക്കുന്ന പ്രത്യേക നമസ്കാരവും പ്രാർത്ഥനയുമാണ് അവസാന പത്തിലെ ഹറമിലെ പ്രത്യേകത. ദൈർഘ്യമേറിയ നമസ്കാരം പുലരുവോളം നീണ്ടു നിൽക്കും. പ്രമുഖരായ ഇമാമുമാരുടെ വശ്യമനോഹരമായ ഖുർആൻ പാരായണം വിശ്വാസികളെ ആത്മീയതയുടെ പാരമ്യത്തിലേക്ക് കൊണ്ടുപോകും. മദീന മുനവറയും പ്രാർത്ഥനാ നിർഭരമാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ചന്തപത്തായതുകൊണ്ട്. എന്നാലും ഇവിടുത്തെ ഈ പ്രത്യേക പ്രാർത്ഥനയും ഇവിടുത്തെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. നല്ലൊരു സമാധാന, ഒരു മനസ്സിൻ്റെ ഒരു കുളിർമ കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അതുകൊണ്ട് എല്ലാ വക്തിലും പങ്കെടുക്കാൻ ശ്രമിക്കലുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഷേഖുമാരുടെ ഒരു പ്രത്യേക പ്രാർത്ഥനയും അതിൻ്റെ ഒരു ഇതൊക്കെ നല്ലൊരു അനുഭവമാണ്. മറ്റേ തറാവീഹ്, ഖിയാമുൽ ലൈൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കലുണ്ട്. നമസ്കാരത്തിനൊടുവിൽ ദൈർഘ്യമേറിയ വിങ്ങിപ്പൊട്ടിയുള്ള പ്രാർത്ഥന ഹറമിലെ കാർപ്പറ്റുകളെ പോലും ഈറനണിയിക്കും. اللهم أنجهم في فلسطين اللهم أنجهم في فلسطين. സയനിസ്റ്റ് വംശഹത്യക്കിരയാകുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ പ്രാർത്ഥനകൾ നീളും. اللهم ارحم ضعفهم واجبر كسرهم يا قوي يا عزيز. اللهم عليك بالصهاينة المعتدين المحتلين. اللهم عليك بهم. സുഹൂറിന് ശേഷമാണ് വിശ്വാസികൾ മടങ്ങുക. شتت شملهم وفرق جمعهم واجعلهم عبرة للمعتبرين. രജിസ്റ്റർ ചെയ്തവർക്ക് ഹറമിൽ മുഴുവൻ സമയവും തങ്ങി ഇഴ്തികാഫ് ഇരിക്കാനുള്ള എല്ലാ സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇവർക്കായി പ്രത്യേക സ്ഥലവും ഭക്ഷണവുമുണ്ട്. 10 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമങ്ങളാണ് ഇരു ഹറമുകളിലും ഓരോ റമദാൻ ദിനവും നടക്കുന്നത്. മക്കയിലെ ഹറമിൽ 11,000-ലേറെ പേരാണ് സേവനത്തിന് മാത്രമായി ഉള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾ, ലഗേജ് കൗണ്ടറുകൾ, മൊബൈൽ സലൂണുകൾ, മെഡിക്കൽ ക്യാപ്സൂളുകൾ, മൊബൈൽ മെഡിക്കൽ സേവനങ്ങൾ, 14 ഭാഷകളിൽ നിർദ്ദേശം നൽകുന്ന സ്ക്രീനുകൾ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ വിശ്വാസികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് പരിഗണിച്ച് സുരക്ഷാ വലയത്തിലാണ് പുണ്യനഗരികൾ. മക്കയിലെ ഹറമിൻ്റെ അതിർത്തിയിൽ നിന്ന് ബസ്സുകളിലാണ് ഉംറ തീർത്ഥാടകർക്ക് ഹറമിലേക്ക് എത്താനാവുക.
ഓരോ ചലനങ്ങളും മക്കയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ വഴി നിരീക്ഷിക്കാനാകും. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പാക്കുന്നത്. മെച്ചപ്പെട്ടതാണ് ഇക്കുറി ഹറമിലെ സേവനങ്ങൾ. തിന്മയിൽ നിന്നും മുക്തമായി ദൈവത്തിലേക്ക് മാത്രം എടുക്കുന്ന നാളുകളാണ് റമദാന്റെ ഓരോ ദിനരാത്രങ്ങളും. اللهم إنك عفو تحب العفو فاعف عنا